പ്രതിഷേധം ശക്തമായ നേപ്പാളിൽ മലയാളി വിനോദയാത്രാ സംഘം കുടുങ്ങി. 40-അംഗ സംഘമാണ് കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിയത്. മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. വേണ്ടത്ര വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെയാണ് വഴിയിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് സംഘങ്ങളിൽ ഒരാൾ പറഞ്ഞു. സംരക്ഷണത്തിനായി പോലീസിനെ സമീപിച്ചപ്പോൾ സ്റ്റേഷൻ പോലും അടിച്ചു തകർത്ത നിലയിലായിരുന്നുവെന്നും അവർ പറഞ്ഞു. അതേസമയം മലയാളികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. കാഠ്മണ്ഡുവിൻ്റെയും കാഠ്മണ്ഡുവിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് കാഠ്മണ്ഡൂർ പശുപതി ഹോസ്പിറ്റൽ പശുപതി അമ്പലത്തിനടുത്തായിട്ടാണുള്ളത്. ഞങ്ങൾ ഏകദേശം 40ഓളം പേരുണ്ട്. കോഴിക്കോട് ജില്ലൻ്റെ, മലപ്പുറം ജില്ലൻ്റെ ഭാഗത്തുള്ള ആളുകളെ കൂടെയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ രാവിലെ എത്തിയ മുതൽ ഇവിടെ സംഘർഷങ്ങളാണ്. ഇന്നലെ മുതൽ ഇവിടെ വാട്സപ്പൊക്കെ നിരോധിച്ചുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് ആളുകൾ സംഘർഷത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണ്, കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ വളരെയേറെ റൂട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ തടസ്സപ്പെടുത്തുകയാണ്. ഇവിടുത്തെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഇവർ. റോഡിലൂടെയൊന്നും ഒരു വാഹനങ്ങളും പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഇളകി കിടക്കുകയാണ്. ഇന്നലെ മുതൽ ഇവിടെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. കോഴിക്കോടുള്ള ഒരു ട്രാവൽസിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങളിവിടെ വന്നത്. ഇതിൽ കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. 40ഓളം പേര് മൊത്തമുണ്ട്. ഞങ്ങളിപ്പോൾ റോട്ടിൽ വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ തരുമെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പോലും അവർ തന്നെ ഉള്ളിൽ കയറാൻ പറ്റാത്ത പോലത്തിലാണ്. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു ഗേറ്റില്ല. അവർ ഗേറ്റൊക്കെ അടച്ചിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ബോർഡുകളും മറ്റും തകർത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഭയങ്കര സംഘർഷം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ട് തന്നെ പോകുന്നതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു നിർണായക ഘട്ടത്തിലപ്പോൾ ഉള്ളത്.